അതെ. കുട്ടികള് തീർച്ചയായിട്ടും നിരാശയിലൂടെ തന്നെ വളർന്ന് വലുതാവേണ്ടതാണ്. നിരാശ എന്ന് പറയുമ്പോഴത്തേക്ക് പല പേരൻസും ഒരു ടീനേജ് സമയമാകുമ്പം ഒരുപാട് കേസ് വരുമ്പോ അവര് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള പരാതി എന്ന് പറയുന്നത്, ചെറുപ്പത്തിൽ ഒരു വാശിയില്ലായിരുന്നു. പെട്ടെന്ന് ടീനേജ് സമയമാകുമ്പം നമ്മളൊരു കാര്യത്തിന് നോ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വാശിയാണ്. അല്ലാതെ ഏത് വിധേനയും അത് സാധിച്ചെടുക്കും. അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് ആളുടെ മൈൻഡ് സെറ്റ് മാറി. ഇവിടെ നമ്മൾ ചെറുപ്പകാലത്തെ അവരെ ആ ഒരു നിരാശ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ നോ പറഞ്ഞു തന്നെ ശീലിപ്പിക്കുക. ചില പേരൻസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഇപ്പൊ മോളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് കുട്ടികളെ വിടും. അവർ പറയുന്ന റീസൺ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. അവിടെ കരയും. അവര് കരയട്ടെ. ആ നിരാശ അവര് ഫീൽ ചെയ്യട്ടെ. കിട്ടാത്തൊരു കാര്യം എല്ലാ കാര്യങ്ങളും അങ്ങനെ സാധിച്ചു കൊടുക്കാൻ പേരൻസിന് പറ്റില്ലല്ലേ. അപ്പൊ അതിനെ അവർ അക്സെപ്റ്റ് ചെയ്യട്ടെ ചെറുപ്പകാലത്ത്. അങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യിച്ച് ഇവനൊരു നമ്മുടെ ടീനേജ് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവനൊരു നോ പറഞ്ഞാൽ പോലും അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പൊ നിരാശയിലൂടെ തന്നെയാണ് കുട്ടികള് പലതും കണ്ടും കേട്ടറിഞ്ഞും മനസ്സിലാക്കി വരേണ്ടത്.